തീർച്ചയായിട്ടും. കാരണം അമേരിക്ക പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം കൊണ്ട് ഇറാനെ വരുതിയിലാക്കുവാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അമേരിക്ക വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഇറാന്റെ മറ്റ് സൈനിക സന്നാഹങ്ങളെ ലക്ഷ്യമാക്കി നടത്തുമ്പോൾ ഇറാൻ അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും. പ്രതികരിക്കുക എങ്ങനെയായിരിക്കാം? ഇപ്പം ഇറാൻ അമേരിക്കയിൽ ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള കുവൈറ്റ്, ഖത്തർ, ദോഹ, UAE, സൗദി അറേബ്യ, ജോർഡാൻ, ഇങ്ങനെയുള്ള സിറിയ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ഒരു അക്രമം വ്യാപിപ്പിക്കുക. അപ്പോൾ അമേരിക്കയുടെ മിലിറ്ററി ബേസുകളിൽ ഒരു പരിധി വിട്ട് അവർക്ക് അക്രമം നടത്തുന്നത് എളുപ്പമായിരിക്കില്ല. അപ്പോൾ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇവർ ലക്ഷ്യമിടുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അമേരിക്കയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ, അതായത് സഖ്യരാജ്യങ്ങൾ, പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ, അത് റെയിൽ റോഡ് കണക്ടിവിറ്റികളാകാം, എയർപോർട്ടുകളാകാം, പോർട്ടുകളാകാം, വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റുകളാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. അത് നമുക്ക് യുദ്ധം ഏത് ഘട്ടത്തിലേക്ക് ഇനി പോകുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വളരാം. മാത്രവുമല്ല, ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ചൈനയും റഷ്യയും വലിയ രീതിയിൽ, ചൈന പ്രത്യേകിച്ചും മിസൈലിന്റെ കാര്യത്തിലും മറ്റടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിലും ഇറാനെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. കാരണം അവരിതിനെ കാണുന്നത് അമേരിക്കയെ ചെൽപ്പിടിക്ക് നിർത്തുവാൻ, അമേരിക്കയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷീണം, അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ചൈന ഇതിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ ചൈനയ്ക്കെതിരെയും ചില നടപടികൾ എടുക്കുവാൻ അമേരിക്ക നിർബന്ധിതരാകും. അങ്ങനെ വരുമ്പോൾ പല പ്രദേശങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഇവർ സൈനികമായി ഇടപെടുകയോ പരസ്പര അക്രമം നടത്തുകയോ ചെയ്യുമ്പോൾ അതാണ് പലപ്പോഴും യുദ്ധത്തിന്റെ സ്വഭാവം മാറുകയും അത് വലിയൊരു തുറന്ന, പല രാജ്യങ്ങൾ ഇടപെടുന്ന, പല പ്രദേശങ്ങൾ ഇടപെടുന്ന ഒരു സങ്കീർണ യുദ്ധമായി മാറുന്നതും. അപ്പോൾ അതുകൊണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിനപ്പുറത്ത് മറ്റു പല വൻശക്തികളും ഇടപെടുന്ന ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇവർ ഇതെല്ലാം ചെയ്യുമ്പോഴും എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുണ്ട്. ഇറാന് സർവ്വവും നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇറാൻ ഒരു സമാധാന കരാറിലേക്ക് പോകുവാൻ തയ്യാറാവുക. ഇവിടെ അമേരിക്കയായിരിക്കും യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ കൂടുതലായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരിക. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാകുകയുള്ളൂ. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന വൻശക്തി ഒരു ചെറിയ ശക്തി, അമേരിക്ക അപേക്ഷിച്ച് ഒരു ചെറിയ ശക്തിയായിട്ടുള്ള ഇറാന് മുന്നിൽ കീഴടങ്ങുന്ന ഒരു ചിത്രം അവർക്ക് ആലോചിക്കുവാൻ കഴിയില്ല. അപ്പോൾ അവർ ഏത് രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കുവാൻ കഴിയില്ല. എന്നിരുന്നാലും രണ്ട് സാധ്യതകൾ ഇവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതൊരു കുറച്ചും കൂടെ രാജ്യങ്ങളും പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു യുദ്ധമായി മാറാം. ഇനി എന്തെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് കൂടുതലായി അമേരിക്ക തയ്യാറായാൽ മാത്രമേ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇറാന്റെ ഒരു കാഴ്ചപ്പാടിൽ തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ട്രംപിനെ വധിക്കുമെന്നുള്ളൊരു വലിയ പരസ്യ ബോർഡാണ് ടെഹ്റാനിൽ അവർ പടുത്തുയർത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്ന ഒരു രാജ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അപ്പോൾ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമോ? ഇതിന് കൃത്യമായൊരു ഉത്തരം തരുവാൻ നമുക്ക് ആർക്കും കഴിയില്ല. ആ ഉത്തരങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇത് എത്തരത്തിലുള്ള ഒരു യുദ്ധമായി മാറുമെന്ന് പറയുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പ്രവാചനാതീതമായതുകൊണ്ട് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും ഇതിന്റെ സ്വഭാവം മാറാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.